സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേറ്റുകുണ്ടിലെ ദീപയുടെയും കുഞ്ഞിന്റെയും മരണം. 12 മണിക്കൂർ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തി കുടുംബവും കർമ്മസമിതിയും. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിക്കുന്നതിനിടയിൽ ചെറുവത്തൂർ മട്ടലായിൽ ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ യുദ്ധസ്മാരകം മെയ് 18-ന് നാടിന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിമുക്ത ഭടന്മാരുടെ സംഘടനയായ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രശിക്ഷൺ വർഗ 2025 കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയ പ്രതിരോധ സേനയ്ക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പേരിയ കരിങ്കല്ലിൽ കറുത്തമ്പൂ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷവും കെട്ടിടോദ്ഘാടനവും മെയ് 17, 18, 19 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് മെയ് 18-ന് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം അബു ഹൈൽ KMCC ആസ്ഥാനത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ തൊട്ടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേറ്റുകുണ്ടിലെ ദീപയുടെയും കുഞ്ഞിന്റെയും മരണം. 12 മണിക്കൂർ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തി കുടുംബവും കർമ്മസമിതിയും. നോർത്ത് കോട്ടുചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ പ്രവാസി സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ രാസപരിശോധന ഫലം വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഡോക്ടർ രേഷ്മയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഡോക്ടർ ഇനി പ്രസവ ചികിത്സ നടത്താൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മ ആശുപത്രിക്ക് മുന്നിൽ 12 മണിക്കൂർ നിരാഹാര സമരം നടത്തി. രാവിലെ 8 മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നീണ്ട കാലത്തിനു ശേഷം ഒരു പ്രസവം നടക്കുമ്പോൾ ആ പ്രസവത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് സാധാരണ സ്ത്രീകൾക്ക് പോലും അറിയാവുന്നതാണ്. ഇത്രയും പ്രഗത്ഭയായ ഡോക്ടർ അതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ അൾട്രാ സ്കാനിങ് പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ആ ഗർഭം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധി കാണിക്കാത്തത് ആ ഡോക്ടറുടെ അനാസ്ഥയാണ്, അവരുടെ സേവനത്തോടുള്ള ഒരു അനീതിയാണ്. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ M. കുമാരൻ അധ്യക്ഷനായി. ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് മുക്കൂട്, വർക്കിംഗ് ചെയർമാൻ നാസ്നീം ബഹാവ്, ട്രഷറർ സുകുമാരൻ പൂച്ചക്കാട്, പഞ്ചായത്ത് മെമ്പർ അബ്ബാസ് തെക്കുപുറം, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ PK അബ്ദുള്ള, ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, സത്യൻ പൂച്ചക്കാട്, സുധാകരൻ പള്ളിക്കര, അരുണൻ ചേറ്റുകുണ്ട്, പ്രീതി വിജയൻ, ഫയാസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു. തെറ്റായ തിരക്കഥ തയ്യാറാക്കിയ ഡോക്ടർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും ശക്തമായി പോരാടാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിക്കുന്നതിനിടയിൽ ചെറുവത്തൂർ മട്ടലായിൽ ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. രാത്രി പകൽ വ്യത്യാസമില്ലാതെ മലയുടെ അടിവാരത്ത് നിരീക്ഷണ പവലിയൻ സ്ഥാപിക്കുവാനാണ് തീരുമാനമായത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വീരമലക്കുന്ന് ഇടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് കണക്കിലെടുത്താണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. മഴക്കാലം വന്നാൽ മലയുടെ അടിവാരത്തുള്ള ഗതാഗതം ഒഴിവാക്കി ഒരു ഭാഗത്തു കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. കുന്നിന് സമീപത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കും. കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലെ മുൻകരുതലുകൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് വീരമലക്കുന്നിന് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഇത്തവണത്തെ മഴക്കാലം കൂടി നോക്കിയിട്ട് സുരക്ഷാ ഭിത്തി കൂടുതൽ മുകളിലേക്ക് കെട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം പരിശോധിക്കാമെന്നാണ് യോഗത്തിലെ തീരുമാനം. അതേസമയം
കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ചെറുവത്തൂർ ഞാണങ്കൈ മട്ടലായിക്കുന്നിൽ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഉർമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ യുദ്ധസ്മാരകം മെയ് 18 നാടിന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ യുദ്ധസ്മാരകം മെയ് 18 നാടിന് സമർപ്പിക്കും. ഞായറാഴ്ച രാവിലെ 9:30 രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മ കഴിഞ്ഞ 4 വർഷമായി നിരവധി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായി നമ്മുടെ നാട്ടിൽ തുടരുകയാണ്. കിനാനൂർ കരിന്തളം പാലിറ്റീവ് കെയർ സൊസൈറ്റിയുമായും നിരന്തരായ രോഗികൾക്ക് വീൽചെയർ, എയർബെഡ്, ഓണക്കിറ്റുകൾ എന്നിവ നൽകുന്നതിനും ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്നതിനും വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വലിയൊരു തുക സമാഹരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർക്ക് കൈമാറുന്നതിലും നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്ക് കോളേജിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ അവരെ 1 വർഷത്തേക്ക് ഞങ്ങൾ കോളേജിൽ എത്തിക്കാനുള്ള വാഹന സൗകര്യം സ്നേഹവണ്ടിയായി ഒരുക്കുകയും ആ വാഹനം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും അവിടെ എത്താനും അവരെ സഹായിക്കാനും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ സൈനിക കൂട്ടായ്മയ്ക്ക് മുഖ്യ പിന്തുണ നൽകിയവരെ ആദരിക്കും. കളക്ടർ ഇമ്പശേഖർ യുദ്ധങ്ങളിലും വിവിധ സൈനിക ഓപ്പറേഷനുകളിലും പങ്കെടുത്ത സൈനികരെയും മുൻ സൈനികരെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജോഷി വർഗീസ് ബിജു, ബേബി TV, ശ്രീജിത്ത് K, രഘു P. വസന്തൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിമുക്ത ഭടന്മാരുടെ സംഘടനയായ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രശിക്ഷൺ വർഗ് 2025 കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയ പ്രതിരോധ സേനയ്ക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വിമുക്ത ഭടന്മാരുടെ സംഘടനയായ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രശിക്ഷൺ വർഗ് 2025 കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയ പ്രതിരോധ സേനയ്ക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR രാജൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, അവരാത്മത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസം കൊണ്ടാണ് നേതൃസ്ഥാനത്തേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്നത്. ഈ ഒരു നമ്മുടെ വിഷയം 1 അരമണിക്കൂർ നേരത്തേക്കാണ് നമ്മുടെ സംഘടന വികാസം, സജ്ജനശക്തി സമാഹരണം. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മുടെ 2 പേരും. അതുപോലെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷയുടെ വിഷയം നമ്മുടെ സെക്രട്ടറി എടുക്കുന്നതിന് ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ K ആമുഖ ഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഞ്ജയൻ S മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം റിട്ടയർഡ് മാനേജർ T ദിനേശൻ ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് വിവിധ വിഷയാവതരണവും ചർച്ചയും നടന്നു. P സജീവൻ മാസ്റ്റർ, തമ്പാൻ മേളത്തോ, K സേതുമാധവൻ, VG ശ്രീകുമാർ, സുജാത M എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ KP സ്വാഗതവും സൈന്യ മാതൃശക്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ വത്സരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പേരിയ കരിങ്കലിൽ കറുത്തമ്പൂ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷവും കെട്ടിടോദ്ഘാടനവും മെയ് 17, 18, 19 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പേരിയ കരിങ്കലിൽ കറുത്തമ്പൂ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷവും കെട്ടിടോദ്ഘാടനവും മെയ് 17, 18, 19 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. നമ്മുടെ കോടമ്പൂർ പഞ്ചായത്തിൽ 17-ാം വാർഡിൽ ഒരു കുഗ്രാമമാണ്. ആ കുഗ്രാമത്തിൽ 1960 മുതൽ ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1960 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ത്രിവേണി ക്ലബിൻ്റെ മെമ്പർമാരെല്ലാം പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഒരു 4 വർഷം മുമ്പ് ഒരു വായനശാലക്ക് രൂപം കൊടുത്തു. ആ വായനശാലയിൽ 1-2 ആയിരത്തോളം പുസ്തകമുണ്ട്.
പിന്നെ മെമ്പർമാരായിട്ട് 200ഓളം പേരുണ്ട്. പിന്നെ അതിന് ഇപ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ഒരു 25 ലക്ഷം റുപ്യ അതിന് ചിലവ് വരും. ആ കെട്ടിടത്തിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. മെയ് 17 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം നിർവഹിക്കും. സമാപന സമ്മേളനം കോടോം വേളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ U നാരായണൻ നായർ, V ഗോപി മാസ്റ്റർ, P കപിൽകുമാർ, പ്രിജിത്ത്, ഉണ്ണികൃഷ്ണൻ NV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം മെയ് 18 ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് 18 മുതൽ 25 വരെ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. 18 രാവിലെ 10 മണിക്ക് ക്ഷേത്രപരിധിയിലെ തെക്കേക്കര, മൊട്ടംചിറ, അടുക്കം, തോട്ടം, കിഴക്കേക്കര, കീക്കാൻ, ചേറ്റുകുണ്ട് എന്നീ പ്രാദേശിക സമിതികളിൽ നിന്ന് കലവറ ഘോഷയാത്രകൾ പുറപ്പെട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കും. 4 മണിക്ക് യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രി KU പത്മനാഭ തന്ത്രികൾ എന്നിവർക്ക് പൂർണ്ണകുംഭത്തോടെ വരവേൽപ്പ് നൽകും. വൈകുന്നേരം ആചാര്യ വരണം വരവേൽപ്പ് നൽകുന്നതും യജ്ഞാചാര്യനും അതുപോലെ തന്നെ തന്ത്രികളെയും അവിടെ പൂച്ചക്കാട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ശാസ്താവിൻ്റെ വചന മന്ദിരമുണ്ട്. അവിടെ നിന്ന് നമ്മളൊക്കെ ഒന്നിച്ച് ചേർന്ന് ഒരു ആഘോഷമായി അവരെ ക്ഷേത്രത്തിലേക്ക് അനയിക്കുന്നതായി. തുടർന്ന് ആ ദിവസം ആ ഉദ്ഘാടനം നമ്മുടെ തന്ത്രി നിർവഹിച്ചതിന് ശേഷം ആമുഖമായി യജ്ഞാചാര്യൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേറ്റുകുണ്ട് അയ്യപ്പവചന മന്ദിരത്തിൽ നിന്നും പുറപ്പെടുന്ന ആചാര്യ വരവേൽപ്പ് ഘോഷയാത്ര നാളെ 30 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 5 മണിക്ക് ക്ഷേത്രം തന്ത്രി KU പത്മനാഭ തന്ത്രികൾ യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 7 മണി വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൽ വിഷ്ണു സഹസ്രനാമം, സമൂഹ പാരായണം, സമൂഹാർച്ചന, നാമസങ്കീർത്തനം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് ഡോക്ടർ M ബൽറാം നമ്പ്യാർ, ജനറൽ സെക്രട്ടറി M കൃഷ്ണൻ, ട്രഷറർ K രവിവർമ്മൻ, വൈസ് പ്രസിഡന്റുമാരായ P കുഞ്ഞിരാമൻ, CH രാഘവൻ, P അനന്തരാമ, സെക്രട്ടറിമാരായ P രാജൻ, K നാരായണൻ, PK ജനാർദ്ദനൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ K നാരായണൻ, കൺവീനർ സതീഷ് കാവടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം അബുഹൈൽ KMCC ആസ്ഥാനത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ തൊട്ടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം അബുഹൈൽ KMCC ആസ്ഥാനത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ തൊട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകത്തും നാട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക ശാക്തീകരണത്തിന് പ്രവാസികളുടെ പങ്ക് മഹത്തരമാണെന്ന് യോഗത്തിൽ സംസാരിക്കവേ എഴുത്തുകാരനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ ഷെരീഫ് സാഗർ അഭിപ്രായപ്പെട്ടു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഫ്സൽ മെട്ടമ്മൽ, ജില്ലാ ഭാരവാഹികളായ സലാം തട്ടാഞ്ചേരി, ഇസ്മായിൽ നാലാംവാതുക്കൽ, സുബൈർ അബ്ദുള്ള, റഫീഖ് പടന്ന, ഫൈസൽ മൊഹസിൻ തളങ്കര, CA ബഷീർ പള്ളിക്കര, അഷ്റഫ് ബായാർ, സുബൈർ കുബണൂർ, സിദ്ദീഖ് ചൌട്ട്കി, ബഷീർ പാറപ്പള്ളി, ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ താരമായി ഉണ്ണിരാജ് ചെറുവത്തൂർ. സ്വതസിദ്ധമായ ശൈലിയിലൂടെയുള്ള നർമ്മത്തിൽ ചാലിച്ച ഉണ്ണിരാജിന്റെ ഉദ്ഘാടന പ്രസംഗം സദസ്സ് ഹർഷാരവത്തോടെയാണ് ശ്രവിച്ചത്. കാസർഗോഡിന്റേത് സ്നേഹത്തിന്റെ ഭാഷയാണെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമം 1939 ആരംഭിച്ച് 2025 വരെ പഠിച്ച് പുറത്തിറങ്ങിയ നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആദ്യമായി സംഗമിച്ചപ്പോൾ അത് ഓർമ്മകൾ പെയ്തിറങ്ങിയ മനോഹരമായ വേദിയായി മാറി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ തൻബീഹുൽ ഇസ്ലാം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അഥവാ TOSയുടെ നേതൃത്വത്തിലാണ് അലുമിനി മീറ്റ് സംഘടിപ്പിച്ചത്.
ടിഒസയുടെ നേതൃത്വത്തിൽ വരും വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന മെഗാ ഈവന്റിന്റെ മുന്നോടിയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ ഓർമ്മകളോട് ചേർന്നുള്ള ഫസ്റ്റ് ബെൽ എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത്. കുടുംബവുമായി വന്നിരുന്ന 1000-ഓളം പൂർവ്വ വിദ്യാർത്ഥികളെ സാക്ഷിയാക്കി പ്രമുഖ സീരിയൽ സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നർമ്മത്തിൽ ചാലിച്ച സ്വതസിദ്ധമായ ശൈലിയിലൂടെയുള്ള ഉണ്ണിരാജിൻ്റെ ഉദ്ഘാടന പ്രസംഗം സദസ്സ് ഹർഷാരവത്തോടെയാണ് ശ്രവിച്ചത്. കാസർഗോഡിൻ്റേത് സ്നേഹത്തിൻ്റെ ഭാഷയാണെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജീവിതത്തിലെ അപൂർവ മാധുര്യമാണെന്നും സഹപാഠി സ്നേഹം വിലമതിക്കുവാനാവാത്ത അമൂല്യ സമ്പത്താണെന്നും ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു. ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപക്ഷെ കാസർഗോഡ് ജില്ല കേരളത്തിന്റെ നമ്പർ 1 ഒരു സംശയമില്ല. ഇത് ചരിത്രമാണ്. ഇത് ഞാൻ വെറുതെ എന്നെ വിളിച്ചോട്ട് പറയുന്നതല്ല. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത് രാത്രിയാണ്, ഈവനിങ് ആണ്. ഈവനിങ് ഇത്ര ആൾക്കാർ വന്ന് എങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടില്ല. ഞാൻ കുറേ പരിപാടി ഇപ്പം അടുത്ത് പോകുന്നുണ്ട്. ഇതെല്ലാവരും മുതിർന്നവർ എല്ലാവരും എന്തൊരു ആക്റ്റീവാണ്, എന്തൊരു ഉഷാറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സംഘടിപ്പിച്ച സംഘാടകരോട് ഇത് സ്നേഹം അത്ഭുതമാണ്. ഇത് അത്ഭുതമാണ്, എല്ലാം അത്ഭുതമാണ്. ഭയങ്കര സംഭവമാണ്, പവറാണ്. എന്തായാലും സന്തോഷം പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മയാണ്. അത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തിരക്കിലും ഇത്രയാണ് എത്തിച്ചു എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് വലിയൊരു സംഭവമാണ്. പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അംഗത്വമെടുക്കുവാനുള്ള അവസരം ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും നടന്നു. ഡാൻസ്, ഒപ്പന, ഗാനമേള തുടങ്ങിയ പരിപാടികൾ ഫസ്റ്റ് ബെല്ലിനെ ആഘോഷമാക്കി. സ്വാഗത സംഘം ചെയർമാൻ PB അച്ചു അധ്യക്ഷത വഹിച്ചു. അലുമിനി മീറ്റിന്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത സ്വാഗത സംഘം സബ് കമ്മിറ്റി കൺവീനർമാരായ അമീർ ഖാലി, മുസ്തഫ AL, ഉമ്മർ പാണലം, അമീൻ AL, അഷ്റഫ് NU, മിർഷാദ് ബല്ലാരി, ഹമീദ് നെക്കരെ, അസ്ലം AL, അൻവർ TP എന്നിവരെ ടിഒസയുടെ ചെയർമാൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ആഷിഫ് TI സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അൻവർ ചോക്ലേറ്റ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊടവലം ശ്രീ പന്നിക്കൂർ ചാമുണ്ടിയമ്മ ദേവസ്ഥാനം ശുദ്ധികലക്ഷവും പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിനും സമാപനമായി. പന്നിക്കൂർ ചാമുണ്ടിയമ്മ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കൊടവലം ശ്രീ പന്നിക്കൂർ ചാമുണ്ടിയമ്മ ദേവസ്ഥാനം ശുദ്ധികലശവും പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. പന്നിക്കൂർ ചാമുണ്ടിയമ്മയും ഗുളികൻ ദൈവവും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേട്ടുകുണ്ടിലെ ദീപയുടെയും കുഞ്ഞിന്റെയും മരണം. 12 മണിക്കൂർ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തി കുടുംബവും കർമ്മസമിതിയും. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിക്കുന്നതിനിടയിൽ ചെറുവത്തൂർ മട്ടലായിൽ ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ യുദ്ധസ്മാരകം മെയ് 18 നാടിന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിമുക്തഭടന്മാരുടെ സംഘടനയായ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രശിക്ഷൺ വർഗ 2025 കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയ പ്രതിരോധ സേനയ്ക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.
കരിങ്കല്ലിൽ കറുത്തമ്പൂ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷവും കെട്ടിടോദ്ഘാടനവും മെയ് 17, 18, 19 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് മെയ് 18 ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം അബുഹൈൽ KMCC ആസ്ഥാനത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ തൊട്ടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.